വലിയ ആത്മവിശ്വാസത്തിലാണ് കെ ശശീന്ദ്രൻ. എന്താണ് ആത്മവിശ്വാസത്തിന് പിന്നിൽ അരുൺ? ഭവ്യ, ഇന്നലെ പി സി ചാക്കോ അനുകൂലികളുടെ യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള പി സി ചാക്കോ പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് തൃശ്ശൂരിലാണ് എ കെ ശശീന്ദ്രൻ തന്നെ തന്റെ അനുകൂലികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലയിൽ നിന്നും രണ്ടുപേർ വീതം ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വിമത നീക്കമായി മാറുകയാണ് ഇരു പക്ഷത്തും. ശശീന്ദ്രന്റെ ചാക്കോയുടെ യോഗത്തിന് പിന്നാലെ ശശീന്ദ്രനും യോഗം ചേരുന്നു. ഇനി വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാരണം ഉള്ളിലെ തർക്കങ്ങൾ ഇത്രയും നാൾ ശശീന്ദ്രൻ ആദ്യമൊക്കെ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് പരസ്യ അവകാശവാദം ഉന്നയിക്കുമ്പോഴും പാർട്ടി പറഞ്ഞാൽ ചെയ്യാമെന്ന നിലപാടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറകളും നീക്കി NCPയിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരികയാണ്. ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ചാക്കോ വിഭാഗം ഉന്നയിക്കുമ്പോൾ അതിന് കഴിയില്ല എന്ന നിലപാടിലേക്ക് ശശീന്ദ്രൻ എത്തുന്നു. കാരണം താൻ രാജിവെച്ചാലും പകരം മന്ത്രി NCPക്ക് ലഭിക്കില്ല. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഒരു മന്ത്രിസ്ഥാനം NCP കളയുന്നത്? രാജ്യത്ത് തന്നെ NCPക്ക് മന്ത്രിയുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കളയേണ്ട ആവശ്യമുണ്ടോ? മുന്നണിയുമായി തെറ്റാൻ തനിക്ക് താല്പര്യമില്ല. പി സി ചാക്കോയുടെയും ഒപ്പമുള്ളവരുടെയും നീക്കം മന്ത്രിയെ നൽകിയില്ലെങ്കിൽ പാർട്ടി ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് പോകാനാണ്. അതിന് തന്നെ കിട്ടില്ല. പതിറ്റാണ്ടുകളായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നയാളാണ് താൻ. അതുകൊണ്ട് തന്നെ മുന്നണിക്കൊപ്പം ഇനിയും നിൽക്കും. ചാക്കോയുടെ നീക്കങ്ങളെ അതേ രീതിയിൽ മറികടക്കാനാണ് ഇപ്പോൾ വിഭാഗം തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് തൃശ്ശൂരിലെ യോഗം. അക്ഷരാർത്ഥത്തിൽ NCP വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒരു പിളർപ്പിനെ കൂടി അഭിമുഖീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായും ദയവായി തുടരുക. MS സനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പിളർപ്പിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരു വിമത നീക്കത്തിന് തന്നെയാണോ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ഒരുങ്ങുന്നത്? എന്ത് മനസ്സിലാക്കണം? എന്തായിരിക്കും എ കെ ശശീന്ദ്രന്റെ നീക്കം? എപ്പോഴത്തേക്കാണ് യോഗം? ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അനീഷ? തീർച്ചയായും ഒരു വിമത നീക്കം അല്ലെങ്കിൽ പിളർപ്പിലേക്ക് തന്നെ NCP നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ സംഭവവാസങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ രാത്രി കോഴിക്കോടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മളുമായി കാണുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പോയിരിക്കുന്നു. എറണാകുളം ഭാഗത്തേക്കെന്നാണ് ആദ്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ വ്യക്തമാകുന്നു തൃശ്ശൂരിലേക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പാർട്ടി പ്രവർത്തകർ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് അറിയാം എന്താണ് ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് പാർട്ടി പ്രവർത്തകർക്ക് അറിയാം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും തോമസ് കെ തോമസും പി സി ചാക്കോ അടക്കമുള്ള ഒരു വിഭാഗം ഒരു വശത്ത് ശക്തമായി നിൽക്കുന്നു. അവർ കേന്ദ്ര നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. CPMന്റെ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നു. മുഖ്യമന്ത്രിയെ ആവർത്തിച്ച് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും തികഞ്ഞ പ്രതിരോധം ഇക്കാര്യത്തിൽ തീർക്കുക എന്നത് തന്നെയാണ് എ കെ ശശീന്ദ്രന്റെ മുന്നിലുള്ള മാർഗം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളോട് തൃശ്ശൂരിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു വിമത നീക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഒരു തരത്തിലും മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് എ കെ ശശീന്ദ്രൻ നീങ്ങുന്നത്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ പാർട്ടി ചേർന്നൊരു തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി അറിയിക്കുന്നു തങ്ങളുടെ മന്ത്രിയെ പിൻവലിക്കണമെന്ന് അറിയിച്ചാൽ ആ നിമിഷം താൻ ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ മറുവശത്ത് മുഖ്യമന്ത്രിക്ക് മറ്റൊരാളെ മന്ത്രിയാക്കാൻ താല്പര്യമില്ല. അത് സാധാരണ ഒരു സ്ഥിതിഗതികൾ പോലെയല്ല. തോമസ് കെ തോമസിനോട് ഒരു തരത്തിലുമുള്ള പ്രീതി മുഖ്യമന്ത്രിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംശയത്തിന്റെ നിഴലിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് താൻ രാജിവെച്ചാലും പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീരുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ള ഒരു മന്ത്രി കൂടി ഇല്ലാതാവുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിലുണ്ടാവുക. അതിനുവേണ്ടി എന്തിനാണ് താൻ രാജിവെക്കുന്നത് എന്ന ചോദ്യം. അങ്ങനെ രാജിവെക്കണമെങ്കിൽ കൃത്യമായ തന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ തന്റെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിലുള്ള തന്റെ പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ച അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കണം. ഇത്തരം ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഇത്തരം താൻ രാജിവെക്കാൻ ഇടയാകുന്ന സാഹചര്യമോ വ്യക്തമാക്കാത്ത ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എന്തിന് രാജിവെക്കണം എന്ന ചോദ്യം തന്നെ ഈ അവസ്ഥയിൽ താൻ എന്തിന് രാജിവെക്കണം? അതിന്റെ ആവശ്യം എന്താണ്? രാജിവെക്കുകയാണെങ്കിൽ ഒരു മന്ത്രി ഇല്ലാതാകും എന്ന് ആവർത്തിക്കുന്ന സാഹചര്യമാണ് എ കെ ശശീന്ദ്രൻ നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ എ കെ ശശീന്ദ്രന് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നു. എ കെ ശശീന്ദ്രൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരാനാണ് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അരുൺ NCP നേതൃത്വം തുടർന്ന് സ്വീകരിക്കുന്ന നിലപാട്? അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഉയർത്തിയാലും അതിനൊരു മാറ്റം ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. കാരണം തോമസ് കെ തോമസ് മന്ത്രിയാക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല
അദ്ദേഹത്തിന് നിരവധി പരാതികൾ മുഖ്യമന്ത്രി ലഭിച്ചിരുന്നു. സാമ്പത്തിക ആരോപണം അടക്കമുള്ളവ. അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയിലെ MLA-മാരെ കൂറുമാറ്റാൻ തോമസ് കെ തോമസ് ശ്രമിച്ചു എന്ന ഒരു വിവരം കൂടി മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ CPM സെക്രട്ടറിയെ അറിയിച്ചതാണ്. അതിലിപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ആനന്ദ് രാജു ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂറുമാറ്റാൻ തോമസ് കെ തോമസ് ശ്രമിച്ചു. അത്തരം ഒരാളെ എങ്ങനെ മന്ത്രിയാക്കുമെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന് വഴി ഒരു സമ്മർദ്ദ നീക്കത്തിന് NCP ശ്രമിച്ചിരുന്നു. ശരത് പവാറിന്റെ വസതിയിൽ പ്രകാശ് കാരാട്ട് എത്തിയപ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ചയായിരുന്നു. അപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന മറുപടിയാണ് പ്രകാശ് കാരാട്ട് നൽകിയത്. പ്രകാശ് കാരാട്ടിന്റെ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തങ്ങളുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ല. അതിന്റെ കാര്യകാരണങ്ങൾ സഹിതമാണ് CPM ദേശീയ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അത് അടഞ്ഞ അധ്യായമായി മാറി. അതോടുകൂടിയാണ് തോമസ് കെ തോമസിന് മുന്നിൽ മറ്റു വഴികളില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. സംസ്ഥാനത്തെ പാർട്ടിക്ക് മന്ത്രിയെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക് ശരത് പവാറും തീരുമാനങ്ങൾ എടുക്കില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PC ചാക്കോ വിഭാഗം മുന്നോട്ട് വെച്ച ഭീഷണി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയത് ഇത്തരം കടുത്ത നീക്കങ്ങൾ തുടർന്നാൽ താനും ചില കടുത്ത നീക്കങ്ങളിലേക്ക് പോകും. അത് മന്ത്രിയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നണി നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കത്ത് നൽകണമെങ്കിലും ശരത് പവാറിന്റെ അനുമതി വേണം. ശരത് പവാർ ഒരു മന്ത്രിയെ ഇല്ലാതാക്കാൻ മുന്നണിയിൽ നിന്ന് ഒരു മന്ത്രിയെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെ കൂട്ടുനിൽക്കില്ല എന്നാണ് ശശീന്ദ്രൻ വിഭാഗം കരുതുന്നത്. പ്രത്യേകിച്ചും NCP ദേശീയത്തിൽ തന്നെ വളരെ ദുർബലമായിരിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടുകൂടി NCP സാന്നിധ്യം തന്നെ ചോദ്യം തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇവിടെ ഇത്തരമൊരു നീക്കത്തിന് പവാർ മുതിരില്ല എന്നാണ് ശശീന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിന് പിന്തുണ ലഭിക്കില്ല. അതുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് മാറുകയാണ് ശശീന്ദ്രൻ വിഭാഗം. അവിടെയാണ് ഇങ്ങനെ പാർട്ടി പിളർത്തി മുന്നണി വിട്ട് UDF-ലേക്ക് പോകാൻ PC ചാക്കോയും കൂട്ടരും ശ്രമം നടത്തുന്നു എന്ന് അദ്ദേഹം പറയാതെ പറയുന്നത്. അദ്ദേഹം ആദ്യം ഘട്ടം മുതൽ തന്നെയാണ് പറയുന്നത്, ഞാൻ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും, മുന്നണിയെ വെല്ലുവിളിക്കാൻ, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കൃത്യമായ അർത്ഥം UDF-ലേക്ക് പോകാൻ തയ്യാറല്ല. മാത്രമല്ല UDF-ലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അതിന്റെ ഇപ്പോൾ പറയുകയാണ്. ഇപ്പോഴത്തെ ഒരു പറയുന്നത്. തീർച്ചയായും BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി AK ശശീന്ദ്രന്റെ പ്രതികരണത്തിലേക്ക്. വ്യക്തിപരമായ മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ പരാതികൾ, സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ. ആ കാര്യത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അറിയിച്ച പശ്ചാത്തലത്തിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത്. നടക്കാത്തൊരു കാര്യത്തിന് PC എന്നെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചർച്ചയാണെങ്കിൽ അത് തോമസ് കെ തോമസുമായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊന്നും ചർച്ചയുടെ ആവശ്യമില്ല. മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്നെ പിൻവലിക്കണമെന്ന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മാത്രമായി ചർച്ച ചെയ്താൽ പോരെ. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടുത്ത നിമിഷത്തിൽ എന്നെ മാറ്റുമല്ലോ. എന്തിനാണ് നടക്കാത്തൊരു കാര്യം എന്നും ബോധ്യമായിട്ട് പോലും തോമസ് കെ തോമസിൻ്റെ മന്ത്രിയാകാനാണ് എന്ന ഒരു മറയെന്തിനായിരുന്നു? എന്തിനാണത്? എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ശരിയാണ്. അദ്ദേഹത്തെ വെറുതെ എന്തിനാണ് വിവാഹത്തിന് വലിച്ചടച്ചത്? ഏത് പാർട്ടിക്കുണ്ട് മന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തി ആ മന്ത്രിയുടെ പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടാനും പറയാനും ചർച്ച ചെയ്യാനും പാർട്ടികൾക്ക് അധികാരമുണ്ട്. എൻ്റെ പാർട്ടിക്കും അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ചർച്ച ചെയ്താൽ പോരെ. എന്തിനാണ് ഈ ചർച്ചയിലുടനീളം തോമസിന് മന്ത്രിയാകണം എന്ന വാദഗതി ഉന്നയിച്ചത്? മറ്റേത് പാർട്ടി പ്രസിഡന്റ് പറയും മന്ത്രിയുടെ പ്രവർത്തനം നമുക്കൊന്ന് അവലോകനം ചെയ്യാൻ ചില പ്രശ്നങ്ങളുണ്ട്, അത് മാത്രം എടുത്താൽ പോരെ. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കടുത്ത നീക്കത്തിലേക്ക് നീങ്ങുകയാണ് AK ശശീന്ദ്രൻ എന്നുള്ള വാർത്തകൾ വരുന്നു. ഒരു വിമത നീക്കമാണ് നടക്കുന്നത്. ഒരു പിളർപ്പിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇനി അറിയാനുള്ളത്.